കാത്തിരിപ്പിനൊടുവിൽ ദുരന്തർ 2 റിലീസായിട്ടുണ്ട്. മെയിൻ റിലീസ് നാളെയാണ്. ഇന്ന് പ്രിവ്യൂ ഷോ ആയിരുന്നു. എല്ലാ തിയേറ്ററിലും ഇല്ല, കുറച്ച് തിയേറ്ററിൽ മാത്രം പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നു ഒരു 5 മണിക്ക് ശേഷമൊക്കെ. അപ്പോൾ ഞാൻ ഏരിയസ് പ്ലസിലാണ് ബുക്ക് ചെയ്ത് കണ്ടത്. അപ്പോൾ അവിടെ ഹിന്ദി ആയിരുന്നു, ബാക്കി കുറേ അടുത്ത് തമിഴും മലയാളമൊക്കെ ഉണ്ടായിരുന്നു. അത് ക്യാൻസലേഷൻ ആയി എന്നുള്ളത് കേട്ടായിരുന്നു ഇടയ്ക്ക് ന്യൂസ്. അങ്ങനെ അവർ അത് ബുക്ക് ചെയ്തവർക്കെല്ലാം ഷോ നഷ്ടമായി എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ടൈറ്റിൽ കാണത്തില്ല, സബ് ടൈറ്റിൽ ഇല്ല എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ പോയത്. എങ്ങനെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കും, ഹിന്ദിയൊക്കെ കേട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയാണ് പോയത്. പക്ഷേ എന്തോ ഭാഗത്തിന് സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 10 മണിക്കുള്ള ഷോ ആയിരുന്നു. 10 മണിക്കുള്ള ഷോ ഒരു 1:30 2 മണിയൊക്കെ ആയപ്പോൾ തീർന്നു. ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ആദിത്യ ധറാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് എല്ലാവരും കണ്ടതാണ്. അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു കിടിലം മൂവിയായിരുന്നു. കാരണം അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസും വയലൻസും അത്രയും കിടിലം പെർഫോമൻസസും ഉള്ള അക്ഷയ് കന്യ ആയാലും നമ്മുടെ രൺവീർ സിംഗ് ആയാലും അത്രയും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഉള്ളൊരു കിടിലം മൂവിയായിരുന്നു ഫസ്റ്റ് പാർട്ട്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നു സിനിമയ്ക്ക്. കാരണം ഫസ്റ്റ് പാർട്ട് അത്രയും ഉണ്ടാക്കിയൊരു ഇമ്പാക്റ്റ് അത് ചെറുതൊന്നുമല്ല, അത്രയും വലിയൊരു ഇമ്പാക്റ്റാണ് ആ സിനിമ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലൊരു ഹൈപ്പ് സിനിമയ്ക്ക് വരും. ആ ഹൈപ്പിന് ഒരു കോട്ടം വരുത്താത്ത രീതിക്ക് ആ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. കിഡിലം മൂവി, കിഡിലം മാസ് ആക്ഷൻ, നല്ല കിഡിലം വയലൻസ് ഒക്കെ ഉള്ള കിഡിലം മൂവി. രൺവീർ സിംഗിൻ്റെ ഒക്കെ ആക്ടിങ് ഉണ്ടല്ലോ, എൻ്റെ മോനെ എജാതി പെർഫോമൻസ് ആണെന്നറിയോ. ഫസ്റ്റിനേക്കാളും ഫസ്റ്റ് കിഡിലാണ്, ഒന്നും പറയാനില്ല. പക്ഷേ ഫസ്റ്റിനേക്കാളും ഇമോഷണലി ഒരുപാട് കണക്റ്റ് ആവുന്ന സീൻസ് ഈ സിനിമയ്ക്കകത്തുണ്ട്. ഒരുപാട് ഇമോഷണലി നമ്മൾ കണക്റ്റ് ആവുന്ന അത്രയും കിഡിലായിട്ടുള്ള കുറേ എന്താ പറയുക പെർഫോമൻസിനുള്ള ഒരുപാട് വക സിനിമയ്ക്കകത്തുണ്ടായിരുന്നു. രൺവീർ സിംഗ് ഒക്കെ ഗംഭീരം, ഒന്നും പറയാനില്ല. രൺവീർ സിംഗിൻ്റെ ഒക്കെ ഒരു ഓറ ഉണ്ടല്ലോ സിനിമയ്ക്കകത്ത്, ആ മനുഷ്യൻ അങ്ങ് അഴിഞ്ഞാടെയാണ്. ആ ഓറയിലങ്ങ് എന്താ പറയുക ജീവിക്കുക അങ്ങ്. കാരണം അക്ഷയ് ഖന്ന ആ ഫസ്റ്റിലുണ്ടാക്കിയ ഒരു ഓറയുണ്ട്, ആ ഒരു ഓറ ഈ മനുഷ്യ അങ്ങ് എടുത്തൊക്കെയാണ്. അക്ഷയ് ഖന്നയുടെ ആ ഒരു സ്ഥാനത്തിൽ രൺവീർ സിംഗ് തിളങ്ങി. എൻ്റെ മോനെ കിഡിലൻ. സെക്കൻഡ് പാർട്ട് ശരിക്കും പറഞ്ഞാൽ രൺവീർ സിംഗിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരുന്നതാണ്. അത്രയും കിഡിലൻ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് വൈസ് ഒരു രക്ഷയില്ല. എല്ലാവരുടെ പെർഫോമൻസും അടിപൊളിയായിരുന്നു. പിന്നെ ഡ്യൂറേഷൻ സിനിമയിൽ എല്ലാവർക്കും അറിയാം, ഒരു 3 മണിക്കൂർ 55 മിനിറ്റ് ആയിരുന്നു. എനിക്കൊന്ന് ട്രിം ചെയ്ത് ഇപ്പോൾ 49 മിനിറ്റിലാണ് റിലീസ് ചെയ്തതെന്ന് തോന്നുന്നു. അപ്പം ഫസ്റ്റ് പാർട്ടും ഏകദേശം 3-3.5 മണിക്കൂർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഇത്രയും ഡ്യൂറേഷനും അത് നമ്മൾ അറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു ഇതിൽ ചെറിയ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫ് ഇത്രയും വലിച്ചു നീട്ടേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. സെക്കൻഡ് ഹാഫിൽ എനിക്ക് ആ ഒരു ക്ലൈമാക്സിൽ ആ ഒരു ഏകദേശം അവസാനം വരുന്ന ഒരു 3/4 മണിക്കൂർ, ഒരു 50 മിനിറ്റോളം എൻ്റെ മോനെ തിയേറ്റർ കത്തിച്ച്. കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസും കുറച്ച് സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മോനെ കിഡിലെ, അതൊരു ഗൂസ് ബംസ് സാധനങ്ങളായിരുന്നു അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ക്ലൈമാക്സ് ഒക്കെ പക്ക ഗൂസ് ബംസ്. അത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ കാണണം. അത്രയും കിഡിലും ഗൂസ് ബംസ് സീനായിരുന്നു സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നതാണ്. ഫസ്റ്റ് ഹാഫ് അടിപൊളിയാണ്. നമ്മൾ തുടക്കം കാണുമ്പോൾ തന്നെ പടത്തിലങ്ങ് ഇന്നാവും. നമ്മൾ വേറെ കൂടുതലായിട്ട് നമുക്ക് സംസാരിക്കണമെന്നില്ല, അങ്ങ് നമ്മൾ ഇന്നാവും. തുടക്കത്തിൽ ആ ഒരു ഗൺ ഫൈറ്റ് സീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മോനെ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. വയലൻസ് നല്ല ബ്രൂട്ടൽ വയലൻസ് ഉണ്ട്. ഒരുപാട് സീൻസ് ഒന്നും ഇല്ലെങ്കിലും ഉള്ള സീനിലെ വയലൻസ് എല്ലാം ചെറുതൊരു സാധനങ്ങളായിരുന്നു. കാരണം അത്രയും ബ്രൂട്ടലായിട്ടുള്ള സാധനങ്ങളായിരുന്നു. പിന്നെ BGM, എനിക്ക് പാട്ടുകളൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. തുടക്കത്തിൽ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊരു ഡോൾബിയിൽ ഒക്കെ ഇരുന്ന് കേൾക്കുമ്പോൾ നല്ല രസമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടും. പിന്നെ BGM കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ളത് അറിയാമല്ലോ, ദുരന്തർ ഫസ്റ്റിൻ്റെ അകത്ത് തന്നെ കുറേ BGMസും കാര്യങ്ങളും ആ ഒരു പോക്കുണ്ട്. പിന്നെ അത് ഗംഭീരമായിട്ട് സെക്കൻഡിലും ആ ഒരു BGMും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറ വർക്ക്, പിന്നെ VFXൻ്റെ ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചില സീൻസിൽ 1-2 VFX ചെറിയൊരു പോരായ്മ പോലെ തോന്നി. പക്ഷെ അതൊരു നെഗറ്റീവായിട്ട്, അങ്ങനെ നെഗറ്റീവല്ല. ബാക്കിയുള്ള സീൻസിലുള്ള എല്ലാം അടിപൊളിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിലൊരു എന്താ പറയുക, ഒരു സങ്കടം എന്നുള്ളത് അക്ഷയ് ഖന്ന ഇല്ല എന്നുള്ളതിൻ്റെ ഒരു സങ്കടം സിനിമയ്ക്കകത്ത് നമുക്ക് വരും. അക്ഷയ് ഖന്ന നമുക്ക് ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം ഒരു സ്പേസ് അവിടെ ഒഴിഞ്ഞിടക്കുമ്പോൾ തോന്നും. ആ ഫസ്റ്റ് കണ്ടിട്ട് നമ്മൾ പിന്നെ ഓക്കെ, ദാറ്റ്സ് ഓക്കെ. ബട്ട് അടിപൊളിയായിരുന്നു, കിടിലം മൂവിയാണ്. നല്ല രസമായിട്ട് കണ്ടിരിക്കാൻ പറ്റിയ ഒരു കിടിലം എന്താ പറയുക, ഒരു സ്പൈ ത്രില്ലർ, ഒരു ആക്ഷൻ മൂവിയാണ് ദുരന്തർ 2. ഇനി അറിയില്ല, എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. കണ്ടവർക്കെല്ലാം കൂടെ ഇരുന്ന് നമ്മളെ കണ്ട എല്ലാവർക്കും നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ക്ലൈമാക്സ്
എൻ്റെ മോനെ അൺബീറ്റബിൾ, ഒരു രക്ഷയില്ല. നമ്മൾ നല്ല ഗൂസ് ബംസ് അടിക്കുന്ന കുറേ സാധനങ്ങൾ അതിൻ്റെ അകത്ത് ക്ലൈമാക്സിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മീൻസ് ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഓരോ സസ്പെൻസും കാര്യങ്ങളും ഇങ്ങനെയൊക്കെ. അത് അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയുക, ഈ ഡ്യൂറേഷൻ മീൻസ് ഞങ്ങൾ സെക്കൻഡ് ഹാഫിലെ കുറച്ച് ആ ഡ്യൂറേഷൻ കുറച്ചൊന്ന് ട്രിം ചെയ്തു കുറച്ചൊന്ന് ഇതാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഡ്യൂറേഷൻ കുറയ്ക്കായിരുന്നു. ബട്ട് ഒരു ബോറടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നിയില്ല. നല്ല രീതിക്ക് തുടക്കം തൊട്ട് അവസാനം വരെ അത്രയും കിടിലായിട്ട് കണ്ടിരിക്കാൻ പറ്റിയൊരു കിടിലൻ മൂവിയാണ്. കാരണം ഒരു 3 മണിക്കൂർ 50 മിനിറ്റ് എന്നൊക്കെ പറയുന്നൊരു 4 മണിക്കൂറാണ് പടം. അപ്പോൾ 4 മണിക്കൂർ പടത്തിനെ ഇത്രയും നമ്മളെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഇവിടെ ഓരോ പടങ്ങൾ 2 മണിക്കൂറും 1.25 മണിക്കൂറും ഉള്ള പടങ്ങൾ വരെ നമ്മളെ ലാഗടിപ്പിച്ച് കൊല്ലും. 2.5 മണിക്കൂറാണ് മെയിൻലി ഏകദേശം സിനിമകളുടെയൊക്കെ ഡ്യൂറേഷൻ വരുന്നത്. ആ 2.5 മണിക്കൂറുള്ള പടങ്ങൾ നമ്മളെ എന്താ പറയുക, അത് 4 മണിക്കൂറാണ് നമുക്ക് തോന്നിപ്പോവും. പക്ഷെ അതൊക്കെ വെച്ച് നോക്കണമെങ്കിൽ അത്രയും ഈ ഡ്യൂറേഷൻ തന്നെ അവർ അത്രയും കിടിലനായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അത്രയും നമ്മളെ ബോറടിപ്പിക്കാതെ നമുക്ക് ആ ഡ്യൂറേഷൻ മനസ്സിലാക്കാത്ത വിധത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് തന്നെ 1.25 മണിക്കൂറുണ്ട്, സെക്കൻഡ് ഹാഫും ഏകദേശം സെയിം ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് പേഴ്സണൽ നല്ല ഇഷ്ടപ്പെട്ടു. നല്ല തീപ്പൊരി പടം, കിടിലൻ പടം. അപ്പം പറ്റുമെങ്കിൽ പോയി കാണുക. ഓക്കെ.